ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടോ. മാർക്കറ്റിൽ പോയപ്പോൾ എന്തൊക്കെയാ വാരിയുണ്ട് കവറിലെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആടെ കണ്ട മൊത്തം ഞാനെടുത്ത് കവറിലാക്കിയിട്ടുണ്ട്. നെല്ലിക്ക, വഴുതിനങ്ങ, തക്കാളി. ഇവിടെ നമുക്ക് എല്ലാ ബുധനാഴ്ച സബ്ജീന്റെ വണ്ടി വരും കേട്ടോ. പക്ഷെ അതിൽ എപ്പോഴും കിട്ടുന്ന വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് പുറത്ത് പോയി വാങ്ങിയാലേ ചില വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു കോവയ്ക്ക. ഞാൻ എല്ലാ കടയിലും നോക്കും, പക്ഷെ ഇന്നാണ് എനിക്കത് വാങ്ങിക്കാൻ കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കോവയ്ക്കൻ്റെ ഉപ്പേരി. ഈ നാട്ടിൽ എനിക്ക് കോവയ്ക്ക കിട്ടൂലെന്ന് വരെ ഞാൻ വിചാരിച്ചത്. കിട്ടിയപ്പോൾ ഞാൻ കണക്കൊന്നും നോക്കിയില്ല, അളവും നോക്കിയില്ല, കുറേ ഇങ്ങോട്ട് വായിച്ചു. കുറച്ച് ഹെൽത്തി കുട്ടനാവാന്ന് വിചാരിച്ച് അവിടെ കണ്ട കുറച്ച് മധുരക്കിഴങ്ങ് ഞാൻ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് തിന്നാൽ കുറേ ബ്ലഡ് വെക്കില്ല എന്ന് വിചാരിച്ച് കുറച്ച് ബീട്രൂട്ടും പിന്നെ കുറച്ച് പച്ചമുളക് ബ്ലഡ് വെക്കാനല്ല കേട്ടോ, പച്ചമുളകും പയറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ടാച്ചാൽ മാത്രം പോരാ, തിന്നണം എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് ആർമി പ്രൊവൈഡ് ചെയ്യുന്ന മുട്ടയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കൂടോത്രമാണെന്നാണ്. പിന്നെ മനസ്സിലായത് കൂടോത്രമല്ല, എല്ലാ മുട്ടയ്ക്ക് ഈ ഒരു മാർക്ക് ഉണ്ടെന്ന്. എന്തിനാ ഇങ്ങനെ സീല വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടയ്ക്കും ഓരോ കണക്കുണ്ട് കേട്ടോ. ഇത്ര ആൾക്ക് കൊടുക്കണം, ഇത്ര മുട്ട എന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ക് വെച്ചിരിക്കുന്നത്. ഇനി മുതൽ ഇവിടെ പച്ചക്കറി കൊണ്ടുള്ള ആറാട്ടായിരിക്കും കേട്ടോ. എന്തെന്നാ വെക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ. ഇതെല്ലാം കൂടെ വാരിപ്പറക്കി കൂട്ടി ഇനി ഫ്രിഡ്ജിൽ കൊള്ളിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ ഇനി സ്ഥലം ഉണ്ടോന്ന് അറിയില്ല, എല്ലാം ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പച്ചക്കറി അൺബോക്സിനെ അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും ടാറ്റ ബൈ ബൈ.